വെളിപ്പാട് പുസ്തകം 21 അധ്യായം. പുതിയ യെരുശലേം. അനന്തരം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും നീങ്ങിപ്പോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനു വേണ്ടി അണിയിച്ചൊരുക്കപ്പെട്ട മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ ദൈവത്തിൽ നിന്നു തന്നെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നു ഉച്ചത്തിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇതാ, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവിടുന്ന് അവരോടുകൂടെ പാർക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. ദൈവം തന്നെ അവരോടുകൂടെ ഇരിക്കുകയും അവരുടെ ദൈവമായി ഇരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. മരണം ഇനി ഇല്ല, വിലാപമോ കരച്ചിലോ വേദനയോ മേലാൽ ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ, ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന്, ഇത് എഴുതുക, ഈ വചനം വിശ്വാസ്യവും സത്യവുമാകുന്നു എന്ന് കൽപ്പിച്ചു. പിന്നീട് അവിടുന്ന് എന്നോട് പറഞ്ഞത്, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്നും സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവൻ ഇവയെല്ലാം അവകാശമാക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, നീചന്മാർ, കൊലപാതകന്മാർ, വ്യഭിചാരികൾ, ആഭിചാരകന്മാർ, വിഗ്രഹാരാധികൾ എന്നിവർക്കും വ്യാജം പറയുന്ന ഏവർക്കുമുള്ള ഓഹരി ഗന്ധം കത്തിയെരിയുന്ന തീപ്പൊയ്കയത്രേ ഇത് രണ്ടാമത്തെ മരണം. അന്ത്യബാധകൾ 7 നിറഞ്ഞ 7 കലശങ്ങളുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട്, വരുക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്നു പറഞ്ഞു. പിന്നെ അവൻ എന്നെ ആത്മാവിൽ വലിയതും ഉയർന്നതുമായ ഒരു മലയിലേക്ക് കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്നു തന്നെ ഇറങ്ങി വരുന്നതായി കാണിച്ചു തന്നു. അത് ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചിരുന്നു. അതിൻ്റെ തേജസ് ഏറ്റവും വിലയേറിയ രത്നത്തിൻ്റെത് പോലെ, സ്ഫടികസ്വച്ഛമായ സൂര്യകാന്തത്തിൻ്റെത് പോലെ ആയിരുന്നു. അതിന് ഉയരം കൂടിയ വൻമതിലും 12 കവാടങ്ങളും കവാടങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ ഗോത്രങ്ങൾ 12ൻ്റെയും പേര് കവാടങ്ങളിൽ എഴുതിയിരുന്നു. 3 കവാടങ്ങൾ കിഴക്കും, 3 വടക്കും, 3 തെക്കും, 3 പടിഞ്ഞാറും ആയിരുന്നു. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനവും അവയിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരും ഉണ്ട്. എന്നോട് സംസാരിച്ച ദൂതൻ്റെ കയ്യിൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കുന്നതിന് സ്വർണം കൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമാണ്, നീളവും വീതിയും തുല്യം. ദൂതൻ അളവുകോൽ കൊണ്ട് നഗരത്തെ അളന്നു. അതിൻ്റെ നീളം ഏകദേശം 1200 നാഴിക. അതിൻ്റെ നീളവും വീതിയും പൊക്കവും തുല്യമായിരുന്നു. പിന്നെ ദൂതൻ അതിൻ്റെ മതിൽ അളന്നു. അത് മനുഷ്യൻ്റെ അളവ് അനുസരിച്ച്, ദൂതൻ്റെ അളവ് അനുസരിച്ച് തന്നെ 144 മുഴമായിരുന്നു. മതിൽ സൂര്യകാന്തം കൊണ്ടും നഗരം സ്വച്ഛ സ്ഫടികം പോലെയുള്ള തനി തങ്കം കൊണ്ടുമാണ് പണിതിരുന്നത്. നഗരമതിലുകളുടെ അടിസ്ഥാനങ്ങൾ എല്ലാവിധ രത്നങ്ങളാലും അലങ്കരിച്ചിരുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നഖവർണി, 6-ാമത്തേത് ചുവപ്പുകല്ല്, 7-ാമത്തേത് പീതരത്നം, 8-ാമത്തേത് ഗോമേതകം, 9-ാമത്തേത് പുഷ്യരാഗം, 10-ാമത്തേത് വൈഡൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധിരത്നം. കവാടവും 12 മുത്ത്. ഓരോ കവാടവും ഓരോ മുത്തുകൾ കൊണ്ടുള്ളതും നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടികത്തിനു സദൃശവുമായ തങ്കവും ആയിരുന്നു. നഗരത്തിൽ വിശുദ്ധ മന്ദിരം കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമായിരുന്നു. നഗരത്തിൽ പ്രകാശിക്കാൻ സൂര്യനോ ചന്ദ്രനോ ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിക്കുന്നു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. ജനതകൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ കവാടങ്ങൾ പകൽ സമയത്ത് അടയ്ക്കുകയില്ല, അവിടെ രാത്രിയില്ലല്ലോ. ജനതകളുടെ മഹിമയും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവർ മാത്രമല്ലാതെ അശുദ്ധമായ യാതൊന്നും, മ്ലേച്ഛതയും വ്യാജവും പ്രവർത്തിക്കുന്ന ആരും ഒരിക്കലും അതിൽ പ്രവേശിക്കുകയില്ല.